എന്തൊക്കെ കാര്യങ്ങളിൽ ഇപ്പോൾ ഒരു മറുപടി പറയാൻ AMMA എന്ന താരസംഘടന തയ്യാറായിട്ടുണ്ട്? സുജയ, റിപ്പോർട്ട് സ്വാഗതം ചെയ്യുന്നു. റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ, അതിലെ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ അതിനെ പൂർണ്ണാർത്ഥത്തിൽ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് സിദ്ദീഖും ഭാരവാഹികളും പറഞ്ഞത്. ഒപ്പം ആ നിർദ്ദേശങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നാണ് തങ്ങളുടെ ആഗ്രഹമെന്നും പറയുന്നു. പക്ഷേ അതേസമയം അതിൽ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ, പരാതികൾ, വിമർശനങ്ങൾ, താരങ്ങൾ ഈ കമ്മിറ്റിക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടുള്ള പരാതികൾ അതൊന്നും തന്നെ പൂർണ്ണമായും അംഗീകരിക്കാനോ അല്ലെങ്കിൽ അതൊക്കെ അത്തരം സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് തീർത്തു പറയാനോ അതിന്മേലൊരു പോലീസ് നടപടി വേണമെന്ന് കൃത്യമായൊരു നിലപാട് സ്വീകരിക്കാനോ AMMയ്ക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനം. അങ്ങനെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും പരാതി നൽകിയാൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തട്ടെ എന്നതിനപ്പുറത്തേക്ക് ഒരു കൃത്യമായ നിലപാട് ഈ വിഷയത്തിൽ AMMയ്ക്ക് പറയാനായിട്ടില്ല. ഇത് മാത്രമല്ല, പവർ ഗ്രൂപ്പ് എന്നൊരു സംവിധാനമുണ്ടോ എന്നുള്ള ചോദ്യത്തിനും അങ്ങനെ തങ്ങളുടെ അനുഭവത്തിൽ ഇല്ല എന്ന് തീർത്ത് പറയുന്നു. ഈ സിനിമയിലെ അംഗങ്ങൾ തന്നെയാണ്, ചലച്ചിത്ര താരങ്ങൾ തന്നെയാണ്, പ്രവർത്തകർ തന്നെയാണ്, ചലച്ചിത്ര പ്രവർത്തകർ തന്നെയാണ് ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ പോയും ഓരോ ഈ പരാതികളുമൊക്കെ പറഞ്ഞത്. അത് സംബന്ധിച്ച ചോദ്യത്തിന് ആരൊക്കെയാണ് അങ്ങനെ പരാതി നൽകിയത് എന്ന് ഞങ്ങൾക്കറിയില്ല എന്നുകൂടി പറയുകയാണ്. ഞങ്ങളുമായി ബന്ധമുള്ള പല താരങ്ങളെയും, വനിതാ താരങ്ങളെയും ബന്ധപ്പെട്ടു, അവരോടൊക്കെ കാര്യങ്ങൾ ചോദിച്ചു. പക്ഷേ അവരെ ആരും ഈ ഹേമ കമ്മിറ്റി ബന്ധപ്പെടുകയോ അവരാരും ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ പോയി പരാതി പറയുകയോ ചെയ്തിട്ടില്ല. പിന്നെ ആര് ഈ പരാതികൾ ഉന്നയിച്ചു എന്നൊരു ചോദ്യമാണ് പരോക്ഷമായി വാർത്താ സമ്മേളനത്തിലൂടെ AMM പ്രതിനിധികളിൽ ചോദിച്ചത് എന്നുള്ളതാണ് ഏറെ പ്രധാനം. അതിനർത്ഥം ഈ ഉയർന്നു വന്ന ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളുന്നു എന്ന് പറയാതെ പറയുകയോ അല്ലെങ്കിൽ അത്തരമൊരു നിലപാട് സ്വീകരിക്കുകയോ ചെയ്യുന്നു എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. എന്ന് മാത്രമല്ല, 2008 ശേഷം ഇതുവരെ ഏതെങ്കിലും ഒരു വനിതാ താരമോ വനിതാ ചലച്ചിത്ര രംഗത്തെ വനിതാ പ്രവർത്തകയോ സംഘടനയ്ക്ക് പരാതി നൽകിയിട്ടില്ല എന്നുകൂടിയാണ് പറയുന്നത്. 2008 ഉണ്ടായ ഒരു ദുരനുഭവത്തെക്കുറിച്ച് 2018 ഒരു പരാതി നൽകുന്നു. ആ പരാതിയിൽ ഒരു നടപടി ഉണ്ടായിട്ടില്ല. അതൊരു വീഴ്ചയാണ് എന്ന് അംഗീകരിക്കുന്നു എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ അതിനിപ്പുറത്തേക്ക് ഒരു പരാതിയും ലഭിച്ചില്ല എന്ന് ഭാരവാഹികൾ പറയുന്നു. പക്ഷേ അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മുടെ ചർച്ചകളിൽ പങ്കെടുത്ത പല താരങ്ങളും പരാതികൾ നൽകിയതായി പറയുന്നു, പലപ്പോഴായി അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് പറയുന്നു. പക്ഷേ അതിനോടൊന്നും തന്നെ സംഘടന വേണ്ട രീതിയിൽ പ്രതികരിച്ചില്ല എന്ന് നിലപാട് പറയുമ്പോൾ അങ്ങനെ ഒരു പരാതിയും തിലകൻ്റെ മകൾ സോണിയ തിലകൻ ഉൾപ്പെടെയുള്ളവർ അങ്ങനെ പരാതി നൽകിയെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പരാതിയും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് സിദ്ദീഖ് വ്യക്തമാക്കുന്നത്. ലഭിച്ച ഒരേ ഒരു പരാതി അത് 2018 അത് പക്ഷേ ഒരു 10-12 വർഷം മുൻപേ നടന്ന സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ള പരാതിയാണ്. അതിൽ നടപടി സ്വീകരിക്കുന്ന ഒരു വീഴ്ച പറ്റി. ഒപ്പം ഈ പവർ ഗ്രൂപ്പ് അങ്ങനെ ഒരു സംവിധാനമേ ഇല്ല എന്നവർ തീർത്ത് പറയുന്നു. സിനിമാ രംഗത്തെ പല വിഷയങ്ങളും ചർച്ച ചെയ്യുന്നതിന് പേരുള്ള ഒരു പവർ ഗ്രൂപ്പ് എന്ന് നമ്മുടെ അലി ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണോ? അതേക്കുറിച്ച് കേട്ടിട്ടേ ഇല്ല എന്നായിരുന്നു. എങ്ങനെ അത്തരമൊരു പവർ ഗ്രൂപ്പിനെ കാര്യങ്ങൾ നിയന്ത്രിക്കാനാകുമെന്നുള്ളൊരു മറു ചോദ്യത്തിലൂടെയുള്ളൊരു പ്രതിരോധമാണ് സിദ്ദീഖ് ഉയർത്തിയത്. എന്ന് മാത്രമല്ല, സിദ്ദീഖ് ആയിക്കോട്ടെ ജയൻ ആയിക്കോട്ടെ അവരൊക്കെ പറയുന്നത് അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉള്ളതായി തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. വർഷങ്ങളായി സിനിമയിൽ മെയിൻ സ്ട്രീമിൽ മുഖ്യധാരയിൽ നിൽക്കുന്നവരാണ് ഞങ്ങൾ. അങ്ങനെ ഒരു ഇടപെടലും അങ്ങനെ ഒരു പവർ ഗ്രൂപ്പും അങ്ങനെ ഒരു സംവിധാനവും സിനിമയിൽ ഉള്ളതായി അറിയില്ല, അങ്ങനെ ഇല്ല. പക്ഷേ അതേസമയം അവർ പറയുന്നത് സിനിമാ രംഗത്തെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന്, സിനിമാ രംഗത്തെ വിഷയങ്ങൾ സമഗ്രമായി ചർച്ച ചെയ്യുന്നതിന് ചലച്ചിത്ര രംഗത്തെ വിവിധ സംഘടനകളുടെ ചില പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഹൈ പവർ കമ്മിറ്റിക്ക് രൂപം നൽകിയിരുന്നു. ആ ഹൈ പവർ കമ്മിറ്റിയാണോ ഈ തരത്തിലൊരു പവർ ഗ്രൂപ്പ് എന്ന രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് എന്നൊരു ചോദ്യമാണ്, മറു ചോദ്യമാണ് ഉന്നയിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ പറയുന്നത് പോലെ അത് പവർ ഗ്രൂപ്പ് എന്ന ഈ പറയുന്ന റിപ്പോർട്ട് പറയുന്നു. അതിനപ്പുറത്തേക്ക് ചിലർ മാഫിയകൾ എന്ന് വിശേഷിപ്പിക്കുന്നു, മറ്റു ചിലർ ചില അധീശത്വ സ്വഭാവമുള്ള ഗ്രൂപ്പുകൾ എന്ന് പറയുന്നു. ഏതൊക്കെ തന്നെയായിരുന്നാലും ഒരു കോക്കസ് എന്നുള്ളതാണ് അതിൻ്റെ രത്ന ചുരുക്കം. പക്ഷെ അങ്ങനെ ഒരു സംവിധാനം ഇല്ല. അങ്ങനെ ഒരു സംവിധാനത്തിന് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പിന് അങ്ങനെ ഒരു കോക്കസിനും എങ്ങനെ സിനിമയിലെ കാര്യങ്ങൾ